നമസ്കാരം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GS1 അപ്ഡേറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ജനുവരി മന്തിൽ നമുക്ക് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് ടേബിൾ 14 അതുപോലെ തന്നെ 15 രണ്ട് കോളം ആഡായിട്ടുണ്ട് GS1. അപ്പോൾ അത് എന്തൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ടേബിൾ 14 സപ്ലൈസ് മെയ്ഡ് ത്രൂ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ്. അതായത് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് സപ്ലൈസ് ആണ്. അതായത് ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ സപ്ലൈ ചെയ്യുന്ന സെല്ലേഴ്സാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, ഫുൾഫിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ രണ്ട് സെക്ഷൻ ആയിട്ടുണ്ട്. ലാബിൾ ടു കളക്ട് ടാക്സ് അണ്ടർ സെക്ഷൻ 52 TCSും അതുപോലെ തന്നെ ലാബിൾ ടു പേ ടാക്സ് അണ്ടർ സെക്ഷൻ 9 സെക്ഷൻ 5 വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് പവർ ടു കളക്ട് ടാക്സ് സെക്ഷൻ 52 ഓഫ് ദ CGST ആക്ട് പ്രൊവൈഡ്സ് ഫോർ ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സ് ബൈ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ഇൻ റെസ്പെക്ട് ഓഫ് ടാക്സ് സപ്ലൈസ് മെയ്ഡ് ത്രൂ ബൈ അതർ സപ്ലയർ വേർ ദ കൺസിഡറേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് സപ്ലൈസ് ഈസ് കളക്റ്റഡ് ബൈ ഹിം. അതായത് ഇവിടെ ചെയ്യേണ്ടത് ഇവിടെ ഗുഡ്സുമായി ബന്ധപ്പെട്ടതാണ്. അതായത് നിങ്ങൾ ഒരു ഗുഡ്സ് ആണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ലാബിൾ ടു കളക്ട് ടാക്സ് അണ്ടർ സെക്ഷൻ ഈ കോളത്തിലാണ് ഫുൾഫിൽ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ടോട്ടൽ അതായത് നിങ്ങളെ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ GSTനും അതുപോലെ തന്നെ നിങ്ങൾ എത്രയാണോ നെറ്റ് സപ്ലൈ നടത്തിയിട്ടുള്ളത്, അതുപോലെ തന്നെ IGST എത്രയായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്, CGST എത്രയായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ SGST എത്ര കളക്ട് ചെയ്യുന്നുണ്ട്, സെസ് എത്ര കളക്ട് ചെയ്യുന്നത്, ഈ കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഗുഡ്സ് മാത്രമാണ് നിങ്ങൾ ഈ ഒരു കോളം മാത്രം ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, അതിൽ സപ്ലയേഴ്സ് ആണ് എന്ത് ചെയ്യേണ്ടത്. അതായത് ഒരു മീഷോ അല്ലെങ്കിൽ ഒരു ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ സുമാറ്റോ തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമിൽ സെല്ല് ചെയ്യുന്ന, അതായത് സെല്ല് അല്ലെങ്കിൽ സർവീസോ ചെയ്യുന്ന സപ്ലയേഴ്സ് ആണ് ഈ ഒരു കോളം ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ലാബിൾ ടു കളക്ട് ടാക്സ് അണ്ടർ സെക്ഷൻ 52 അതുപോലെ സർവീസ് ചെയ്യുന്നത് ലാബിൾ ടു പേ ടാക്സ് അണ്ടർ സെക്ഷൻ 9 സെക്ഷൻ 5 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ ലാബിൾ ടു പേയിൽ കാണിക്കേണ്ടത് ഇവിടെ സർവീസ്, അതായത് നിങ്ങളൊരു അക്കോമഡേഷൻ സർവീസാണ്, അതേപോലെ തന്നെ ഒരു ട്രാൻസ്പോർട്ട് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കോളം സെലക്ട് ചെയ്യുക, രണ്ടാമത്തെ കോളം സെലക്ട് ചെയ്യുക. അവിടെയും GSTN, അതായത് നിങ്ങളെ ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററുടെ GSTN രേഖപ്പെടുത്തുക, നെറ്റ് സപ്ലൈസ് അല്ലെങ്കിൽ നെറ്റ് സർവീസ് എത്ര കാണിക്കുക, IGST എത്ര കളക്ട് ചെയ്തു, CGST എത്ര കളക്ട് ചെയ്തു, SGST എത്ര കളക്ട് ചെയ്തു, അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ കോളങ്ങൾ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. ഇനി അടുത്ത് ടേബിൾ 15 ഫില്ല് ചെയ്യേണ്ടത് ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് ആണ്. അതായത് മീഷോ, ആമസോൺ തുടങ്ങിയ ഓപ്പറേറ്റേഴ്സ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ അവരെ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റേർഡ് ടു രജിസ്റ്റേർഡ്, അതായത് അവരെ പ്ലാറ്റ്ഫോമിൽ സെല്ല് ചെയ്യുന്ന സെല്ലേഴ്സ് അവർ രജിസ്റ്റേർഡ് ടു B2B സപ്ലൈ നടത്തിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ B2C സപ്ലൈ നടത്തിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇനി ഇതിൽ രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാർ രജിസ്റ്റേർഡ് പാർട്ടിക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാർ അൺരജിസ്റ്റേർഡ് സപ്ലൈ നടത്തിയിട്ടുണ്ടെങ്കിൽ, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ അവരെ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് രേഖപ്പെടുത്തണം. ഇനി നമുക്കിത് പ്രാക്ടിക്കലായിട്ട് നമുക്കൊന്ന് നോക്കാം ഏതൊക്കെ കോളാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം GST ഒന്ന് ലോഗിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ GST ലോഗിൻ ചെയ്തതിന് ശേഷം ഇവിടെ ഫയൽ റിട്ടേണിൽ വരിക, എന്നിട്ട് പീരീഡ് സെലക്ട് ചെയ്യാം. നമ്മളിവിടെ ജനുവരി മന്താണ് സെലക്ട് ചെയ്യുന്നത്. ജനുവരി സെലക്ട് ചെയ്തു, സെർച്ച് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ പ്രിപ്പയർ ഓൺലൈനിൽ വരിക. അപ്പോൾ പ്രിപ്പയർ ഓൺലൈനിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇൻ്റർഫേസിലേക്ക് വന്നിട്ടുണ്ടാവും. ഇവിടെ നേരെ താഴെ നമുക്ക് കാണാം ഈ ഒരു ഡോക്യുമെൻറ്റ് ഇഷ്യൂഡിന് തൊട്ടപ്പുറത്ത് 14 ടേബിളും അതുപോലെ 15 ടേബിളും ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ 14 സപ്ലൈസ് മെയ്ഡ് ത്രൂ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ. ഇവിടെ നമുക്ക് ഇവിടെ കഴ്സർ വെച്ചാൽ അറിയാം, ഇവിടെ സപ്ലയർ ടു റിപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ കാണാം, സപ്ലയർ ടു റിപ്പോർട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 14 എന്നുള്ള ടേബിൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, അതായത് ലാബിൾ ടു കളക്ട് ടാക്സ് അണ്ടർ സെക്ഷൻ 52 അതുപോലെ ലാബിൾ ടു പേ ടാക്സ് അണ്ടർ സെക്ഷൻ 9(5) കാണാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒന്ന് ആഡ് റെക്കോർഡ് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആഡ് റെക്കോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇൻ്റർഫേസിലേക്ക് വരിക. ഇവിടെ നമ്മൾ ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററുടെ GSTN കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ നെറ്റ് വാല്യൂ ഓഫ് സപ്ലൈസ്, അതായത് നമ്മുടെ സെയിൽസ് ഇപ്പോൾ 1,00,000 ആണെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു 20,000 റിട്ടേൺ ഉണ്ടെങ്കിൽ ബാക്കി 80,000 ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ 80,000 നെറ്റ് സെയിൽ ഇവിടെ കാണിക്കുക. അതുകൂടാതെ തന്നെ നമ്മൾ IGST എത്ര കളക്ട് ചെയ്തത്, അതായത് ടോട്ടൽ നെറ്റ് IGST എത്ര കളക്ട് ചെയ്ത്, അതുപോലെ സെൻട്രൽ ടാക്സ് എത്ര, സ്റ്റേറ്റ് ടാക്സ് എത്ര, സെസ് ആണ് കളക്ട് ചെയ്യുന്നത്. ഞാൻ TCS എന്നാണ് പറഞ്ഞത്. അപ്പോൾ സെസ് ആണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കാണിക്കുക കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കേണ്ടത്, ഇവിടെ സേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ലാബിൾ ടു പേ അണ്ടർ സെക്ഷൻ നോക്കാം. നമുക്ക് ഇത് 9 സെക്ഷൻ 5 നോക്കാം. ഇതിൽ ക്ലിക്ക് ചെയ്യാം, ഇവിടെ ആഡ് റെക്കോർഡ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ അതേപോലെ തന്നെയാണ്, സെയിം ആണ്. നിങ്ങൾ എത്രയാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ, അപ്പോൾ ആ ഏത് ത്രൂ ഓപ്പറേറ്റർ ആണെങ്കിൽ അവരെ GST എന്ത് ചെയ്യുക, നിങ്ങൾ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് GST കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ TCS എന്നുള്ള, അതായത് TCS എന്തായാലും കളക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, TCS ആൻഡ് TDS എന്നുള്ള ആ ഒരു ഫയൽ റിട്ടേൺസ് ചെയ്യുന്ന സമയത്ത് അവരുടെ GSTN അവിടെ നിന്ന് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ റിപ്പോർട്ടിൽ അവിടെ GSTN ഉണ്ടായിരിക്കുന്നതാണ്.
അപ്പോൾ ആ GST കൊടുക്കുക. അതുപോലെ നെറ്റ് സപ്ലൈ കൊടുക്കുക. സെയിം ആണ് വരുന്നത്. ഇവിടെ ഗുഡ്സിന് പകരം സർവീസ് ആണെന്ന് തന്നെ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ടേബിൾ 14 മനസ്സിലായി വിചാരിക്കും. നമുക്ക് 15ലേക്ക് പോവാം. അപ്പോൾ ടേബിൾ 15 നമുക്ക് ഓപ്പൺ ചെയ്യാം. ടേബിൾ 15നും ഇതേപോലെ തന്നെ നമ്മളെ രജിസ്റ്റേർഡ് എത്രയെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു രജിസ്റ്റേർഡ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ആഡ് റെക്കോർഡ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് ആണ് ഇത് ഫില്ല് ചെയ്യേണ്ടത്. അത് കാര്യം നമ്മളല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു ഓപ്പറേറ്റർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യണം. നിങ്ങളൊരു അതിലൂടെ സെല്ല് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ടേബിൾ ബാധകമല്ല. അപ്പോൾ ഇതിലൂടെ സപ്ലൈ ചെയ്യുന്ന സെല്ലേഴ്സിൻ്റെ GSTIN കൊടുക്കണം. അതുപോലെ അത് ആരാണോ B2B സപ്ലൈ നടക്കുമ്പോൾ വാങ്ങുന്ന ആളെ GSTIN, ഡോക്യുമെൻറ്റ് നമ്പർ, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ് ഡേറ്റ്, ടോട്ടൽ വാല്യൂ ഓഫ് സപ്ലൈ മെയ്ഡ് എത്രയാണ്, അതുപോലെ എവിടെയൊക്കെയാണ് സ്റ്റേറ്റ് ചെയ്താണ്, ഈ കാര്യങ്ങൾ സെപ്പറേറ്റ് B2B സെപ്പറേറ്റ് കൊടുക്കണം. അപ്പോൾ ഓരോ ടേബിളും ഉണ്ട്. ഇവിടെ B2B ഉണ്ട്, B2C ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഫുൾഫില്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കണം. എന്തായാലും നന്ദി, നമസ്കാരം.